എല്ലാവരുടെയും വിഷു ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഞങ്ങളത് തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സൂര്യ സിൽക്സിലാണ് തുടങ്ങിയത്. കോഴിക്കോട് എരഞ്ഞിപ്പാലുള്ള പുതിയ ഷോറൂമിലാട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അവിടെ നല്ല തിരക്കായിരുന്നു. ഏറെ ഇടി കൊണ്ടിട്ടാണ് കേട്ടോ സാധനം കൈ കിട്ടിയത്. അവസാനം പേര് വിളിച്ചിട്ടൊക്കെയായി പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ സന്തോഷം കേട്ടോ ഇത്. യുറേക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുതിയ ഷോറൂം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നാട്ടിലെ ജനങ്ങൾ മൊത്തം സൂര്യ സിൽക്സിലുണ്ടായിരുന്നു. ഇനി നേരെ പാളയം മാർക്കറ്റിലേക്ക് കേട്ടോ വിട്ടത്. ആദ്യം കണി വെക്കാനുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കണം. അവിടേക്ക് പോയപ്പോഴാണ് പച്ചക്കറി വാങ്ങിക്കാനുള്ള കാര്യം കൂടെ ഓർമ്മ വന്നത്. ആദ്യം ഫ്രൂട്ട്സ് ആവട്ടെ എന്ന് കരുതി മുന്തിരിയും ഓറഞ്ചും മൂസമ്പി എല്ലാം വാങ്ങിച്ചു. അതിനുശേഷം പച്ചക്കറിയുടെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ ആള് കുറച്ച് കുറവാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ കൂടുതലായിട്ടുണ്ടാവുക. കണി വെക്കാനുള്ളതൊക്കെ ഓർഗാനിക് ആണ്. അല്ലാത്തതൊക്കെ നമുക്ക് ഇവിടുന്ന് വേണം ഒപ്പിക്കാനായിട്ട്. ആദ്യം പോയത് തന്നെ എവിടേക്കാണെന്നറിയോ? കണിവെള്ളരിയുടെ അടുത്തേക്ക് കേട്ടോ. കണിവെള്ളരി ഇല്ലാതെ നമുക്ക് എന്ത് വിഷു ആഘോഷം? അങ്ങനെ കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ 2-3 മയിൽപ്പീലൊക്കെ വാങ്ങിച്ചു കൃഷ്ണന് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം പടകം വാങ്ങിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ട് വിഷു ഷോപ്പിംഗ് ഒക്കെ? അതിനുശേഷം നേരെ വലിയങ്ങാടിയിലേക്കാണ് പോയത്. ഹസ്ബൻഡിന് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറച്ച് നേരം പോസ്റ്റായി നിന്നു. എല്ലായിടത്തും നല്ല തിരക്കാണെങ്കിലും വലിയങ്ങാടിയിൽ ഒരൊറ്റ കുട്ടി പോലും ഇല്ല കേട്ടോ. ഭയങ്കര ശാന്തമായിരുന്നു അവിടെ. അങ്ങനെ വിഷുവിനുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷെ വീട്ടിൽ ചെന്നാൽ ഏകദേശം 1-2 സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമല്ലേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.